കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ സംസാരിച്ച ഒരു വിഷയമാണെങ്കിലും വീണ്ടും ആ വിഷയം ഒന്നുകൂടി ക്ലാരിറ്റിയോടെ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ആഗമന ലക്ഷ്യം. അത് മറ്റൊന്നുമല്ല, നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ നിക്കിയയിലെ സുനോദോസ് അന്ന് എഴുതി ചേർത്ത വിശ്വാസ പ്രഖ്യാപനത്തിൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് മാംസം ധരിക്കുകയും യോഹന്നാനോടുകൂടെ മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എന്നൊരു പ്രയോഗമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നും കന്യക മറിയാമിൽ ഗർഭം ധരിച്ചു എന്നും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് വേദ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ളത്. അതില് രണ്ട് പ്രസക്തമായിരിക്കുന്ന ഉപദേശ പ്രശ്നങ്ങൾ കന്യക മറിയാമിൽ നിന്ന് യേശു ജന്മം കൊണ്ടു എന്ന് വന്നാൽ ഉണ്ടാകും എന്ന അഭിപ്രായം പറയുന്നവരുണ്ട്. അവർ പറയുന്നത്, മറിയ ആദാമ്യ സന്തതിയിൽ ജനിച്ച വ്യക്തിയായതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മറിയയുടെയും കൂടെ രക്ഷിതാവാണെന്ന് എലിസബത്ത് മറിയയുമായി കണ്ട് വന്നാൽ ചൊല്ലുമ്പോൾ എന്റെ രക്ഷിതാവിന്റെ മാതാവിനെ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് പറയുന്നതുകൊണ്ട് മറിയയിൽ നിന്ന് യേശു ജഡം സ്വീകരിച്ചാൽ സാധാരണ നിലയിലുള്ള ഏതൊരു മനുഷ്യനെ പോലെ യേശുവും പാപി ആകും. അതുകൊണ്ട് യേശു മറിയയിൽ നിന്ന് മാംസം ധരിച്ചിട്ടില്ല, മറിച്ച് നീ ഹന്നയാവും വഴിപാടും നീ ഇച്ഛിച്ചില്ല എങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഭോജനയാഗത്തിൽ ഞാൻ പ്രസാദിച്ചില്ല, എന്നാൽ നീ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവമേ, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന പ്രവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കേണ്ടതിന് നിത്യതയിൽ വെച്ച് തന്നെ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ മറിയയിൽ ഉത്ഭവിക്കുവാൻ ഒരു ശരീരം ഒരുക്കി വെച്ചിരുന്നുവെന്നും ആ ശരീരം ഒരു മിറക്കിൾ എന്ന നിലയിൽ, ഒരു മാർമികമായിരിക്കുന്ന അത്ഭുതം എന്ന നിലയിൽ മറിയയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് എന്നുമാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിന്റെ അവസാനത്തെ വാക്കാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വിഷയമെന്നല്ല, പല കാര്യങ്ങൾക്കും അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ വാക്ക് പറയാൻ അങ്ങനെ വലിയ സർവജ്ഞാനിയായ ആളല്ല ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയുന്നു. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും നിലയിൽ ഇതിനേക്കാൾ ക്ലിയറായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കാര്യകാരണസഹിതം എന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് പരിശോധിക്കാനും തിരുത്താനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വാസ്തവത്തില് ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ച അനുഗ്രഹവാചകം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുവീൻ എന്ന് പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലെ സകല മാനവജാതിയുടെയും ആദ്യ പിതാവെന്നുള്ള ഫെഡറൽ റെപ്രസെന്റേഷൻ ദൈവം നൽകിയത് ആദ്യ മനുഷ്യനായ ആദാമിനാണ്. പ്രവൃത്തിയുള്ള പുസ്തകം 17-ാം അധ്യായത്തിൽ അഥേനയിലെ ജ്ഞാനികളായ ആളുകളോട് പൗലോസ് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് കാലവും അതിരും വെച്ചിരിക്കുന്നു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി എന്നാണ് അർത്ഥം. ആദാം മനുഷ്യവർഗത്തിന്റെ ഫെഡറൽ റെപ്രസെന്റേറ്റീവാണ്. ആദാമിൽ നിന്നാണ്
ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ സോദോം രാജാക്കന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപെട്ട് അവനെ അനുഗ്രഹിക്കുകയും അവനിൽ നിന്ന് ദശാംശം വാങ്ങുകയും ചെയ്ത ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരുഷനുമായ മൽക്കീസദേക്ക് അവനെ അനുഗ്രഹിക്കുമ്പോൾ എബ്രായയിലെ കർത്താവ് പറയുകയാണ്, അവൻ സകലത്തിലും അവന് ദശാംശം കൊടുത്തു. അങ്ങനെ ദശാംശം കൊടുക്കുകയിൽ ലേവിയും അവന് ദശാംശം കൊടുത്തിരിക്കുന്നു. ലേവി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനാണ്, 4-ാം തലമുറക്കാരനാണ്. മെൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ മക്കളില്ല, വാഗ്ദത്തം പ്രാപിച്ചിട്ട് ചില സന്ദർശങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നിന്നിൽ എന്ന് വെച്ചാൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്ത അധിക കാലതാമസം വരുന്നതിന് മുമ്പാണ് ഈ യുദ്ധത്തിൽ അബ്രഹാം സോദോം രാജാക്കന്മാരെ ജയിക്കുന്നതും മൽക്കീസദേക്ക് അവനെ എതിരേറ്റ് വരുന്നതും അവന് സകലത്തിലും 10-1 ദശാംശം കൊടുക്കുന്നതും. അങ്ങനെ കൊടുക്കുമ്പോൾ ലേവിയും അവനോ ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ലേവി ഈ സമയത്ത് എങ്ങനെയാണ് ദശാംശം കൊടുത്തത് എന്നുള്ള വിശദീകരണം പറയുകയാണ്. ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ലേവായ് വാസ് ഇൻ ഹിസ് ലോയിൻസ്, അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അന്ന് ലേവി ഈ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് പോലും ജനിച്ചിട്ടില്ല. അത് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ജനിക്കുന്നത്. വാഗ്ദത്തം ലഭിക്കുന്ന 75-ാമത്തെ വയസ്സാണ്. 25 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന്റെ മക്കളിൽ ഒരാളാണ് ലേവി. ആ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ സകല മനുഷ്യരും ആദ്യ മനുഷ്യനായ ആദാമിന്റെ ലോയിൻസിൽ ഉണ്ടായിരുന്നു. ആദാമിൽ നിന്നാണ് സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നത്. ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ച് അവർ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ആണല്ലോ സാധാരണയായി ശിശു ഉണ്ടാകുന്നത്. ഈ ശിശുവിന്റെ ജന്മത്തിന് ഉത്തരവാദിയായ വ്യക്തി പുരുഷനാണ്, സ്ത്രീയല്ല. അപ്പൊ പ്രോജനി എന്ന് പറയുന്നത് പുരുഷനിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവൻ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു വരുമ്പോഴെങ്കിലും ഈ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്നല്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ കടിപ്രദേശത്തല്ല. കാരണം മറിയയ്ക്ക് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഭർത്താവ് യോസേഫിന്റെ വിവാഹം നിശ്ചയം ചേരുന്നെങ്കിലും ഈ ഭർത്താവും ഭാര്യ എന്ന നിലയിൽ അവർ കൂടി വരികയോ അവർ തമ്മിൽ ശാരീരികമായൊരു ബന്ധമുണ്ടാവുകയോ ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയാകുകയാണ് ചെയ്തത്. ആ കാര്യം ലൂക്കോസ് 1:37 പറഞ്ഞിട്ടുമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിലമേൽ വരും, അത്യുന്നതന്റെ ശക്തി നിലമേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ച ഒരു മിറാക്കിളാണ്. അവിടെ പറയപ്പെടുന്ന വിഷയം, ഇവിടുത്തെ നമുക്കുള്ള വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാ സഹായത്താൽ ശക്തിയാൽ മറിയയിൽ നിന്ന് യേശു ജഡം സ്വീകരിച്ചോ അതോ ദൈവം മുന്നൊരുക്കിയിരുന്ന സ്വർഗീയമായ ഒരു ശരീരം മറിയയിലേക്ക് പ്രവേശിച്ചോ? ഇതാണ് ഇവിടുത്തെ തർക്ക വിഷയം. ദൈവം മുന്നമേ ഒരുക്കിയ ഒരു ശരീരമാണ് എന്ന്, ആ ശരീരമാണ് ഇതിലേക്ക് മിറാക്കുലസ്ലി പ്രവേശിച്ചതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരുക്കിയ ഒരു ശരീരമാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഫ്രീ ഫ്രം സിൻ, പാപത്തിൽ നിന്ന് അത് വിമുക്തമായിരിക്കും. ഇപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ട്രഡ്യൂഷൻ തിയറി, പ്രീ എക്സിസ്റ്റന്റ് തിയറി എന്നിങ്ങനെ പല തിയറികളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്. അപ്പം ട്രഡ്യൂഷൻ തിയറി, പ്രീ എക്സിസ്റ്റന്റ് തിയറി എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമി ജനിക്കാനുള്ള ആത്മാക്കളെ എല്ലാം മുന്നമേ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ആ ശിശു ഭൂമി ജനിക്കുന്ന സമയത്ത് ആത്മാവ് ഈ ജനിക്കുന്ന ഫെറ്റസിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള പഠിപ്പിക്കലാണ്. ഇതൊക്കെ മനുഷ്യന്റെ സാങ്കല്പികതയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളാണ്. അപ്പം പിന്നെ വേറൊന്ന് ക്രിയേഷൻ തിയറി. അറ്റ് ദ മോമെന്റ് ഓഫ് ദ ബർത്ത് ടേക്കിംഗ് പ്ലേസ് ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നു. മൂന്നാമതാണ് ട്രഡീഷൻ തിയറി. അത്
പരമ്പരാഗതമായി പുരുഷനിൽ നിന്ന് പ്രത്യുൽപാദനത്താൽ ഉണ്ടാകപ്പെടുന്ന ശിശു ദേഹവും ദേഹിയും ആത്മാവും ഉള്ള ഒരു ശിശുവായി ജനിക്കുന്നു. ഇതാണ് നമ്മളൊക്കെ വിശ്വസിച്ച് വരുന്നത്. പ്രീ എക്സിസ്റ്റന്റ് ക്രിയേഷൻ തിയറികൾ വിശ്വസിച്ചാൽ ഈ ജനിക്കുന്ന ശിശു പാപരഹിതൻ എന്ന് വരും. കാരണം അതിന്റെ ഉറവിടം സ്വർഗത്തിൽ നിന്നാണല്ലോ, ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മറിയയിൽ നിന്ന് യേശു ജഡം സ്വീകരിച്ചാൽ യേശു പാപിയായി തീരുമെന്നാണ് ഒരുപറ്റ ആൾക്കാർ വാദിക്കുന്നത്. എന്നാൽ അതിനെ ഞാൻ അത്രത്തോളം അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യേശു ജനിക്കുന്നത് ബയോളജിക്കലായിട്ടുള്ള പ്രത്യുൽപാദന തത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ബയോളജിക്കലായ പ്രത്യുൽപാദന തത്വപ്രകാരം പുരുഷ സ്ത്രീ സംഗമത്തിൽ ഉണ്ടാകുന്ന ബീജസങ്കലനത്തിലാണ് ഒരു ശിശു ജനിക്കുന്നത്. യേശുക്രിസ്തു ജനനത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഒരു പുരുഷ സ്ത്രീ ബന്ധം ഉണ്ടായിട്ടില്ല. കാര്യം മറിയ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പുരുഷനെ അറിയാകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും. അപ്പോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. രണ്ട് ബീജ സങ്കലനവും ഉണ്ടായിട്ടില്ല. ഒരു ബീജത്തിന്റെ ട്രാൻസ്മിഷനും നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? നമുക്കതൊരു ഇറ്റേണൽ മിസ്റ്ററിയാണ് എങ്ങനെയാണ് സംഭവിച്ചുള്ളത്. എന്നാൽ ഒരു വസ്തു ഞാൻ പറയാം. മറിയയിൽ നിന്ന് യേശു ജഡം സ്വീകരിച്ചാൽ യേശു പാപിയായി തീരും എന്ന് പറയുന്നതിന് ന്യായം പറയുന്ന ആൾ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അതിലൊന്നാണ് യേശുവിന്റെ ഈ ഫെറ്റസ് ഭ്രൂണം അതിന്റെ വളർച്ചയ്ക്ക് മറിയയിൽ നിന്ന് ആഹാര നീഹാരാദികൾ പ്രോട്ടീനും മിനറൽസും ഒക്കെ അംബ്ലിക്കൽ കോഡ് വഴി സ്വീകരിച്ചു. അതാണ് ഒരു ന്യായം. അതുകൊണ്ട് യേശു പാപിയാകാം. രണ്ട്, യേശു മറിയയുടെ രക്തവും സ്വീകരിച്ചു. ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയല്ല, എങ്കിലും വായിച്ചുള്ള അറിവുകൊണ്ട് പറയാം. ഒരു ഫെറ്റസ് യൂട്രസിൽ ഫോം ചെയ്താൽ ആ സിംഗിൾ സെൽ ഓർഗാനിസം അല്ലെങ്കിൽ സൈഗോട്ട്, ഫസ്റ്റ് സൈഗോട്ട് എന്ന് പറയുക, അതാണല്ലോ ഒരു ഏകകോശ ജീവിയായി രൂപപ്പെടുന്ന മനുഷ്യൻ. ആ സിംഗിൾ സൈഗോട്ടിൽ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന രക്തവും ആ സൈഗോട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. മാതാവിന്റെ രക്തം ഒരു കാരണവശാലും ശിശുവിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രവേശിച്ച ശിശു മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഫെറ്റസ് ഈസ് ഫ്രീ ഫ്രം മദേഴ്സ് ബ്ലഡ് എന്നാണ് ശാസ്ത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ വിഷയം, പ്രോട്ടീനും മിനറലും മറിയയിൽ നിന്ന് സ്വീകരിച്ചാൽ പ്രോട്ടീനും മിനറലും അതിൽ തന്നെ പാപമല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സിൻസ് ജീസസ് ഹാസ് ഓൾറെഡി അബ്സോർബ്ഡ് പ്രോട്ടീൻ ആൻഡ് മിനറൽസ് ഫ്രം മദർ മേരി ത്രൂ ദി അംബ്ലിക്കൽ കോഡ്, ഹി കുഡ് ബിക്കം എ സിന്നർ. അങ്ങനെയല്ല, അത് അതിൽ തന്നെ പാപമല്ല. അത് ഈ ഫെറ്റസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ മറിയയിൽ നിന്ന് യേശു മാംസ ശരീരം സ്വീകരിച്ചാലും പാപം സ്ഥിതി ചെയ്യുന്ന ഈ മാംസത്തിലും രക്തത്തിലുമല്ല. അത് ഈ തലമുറകളിലേക്ക് പകരപ്പെടുന്ന പാപ സ്വഭാവം, അത് പുരുഷനിൽ നിന്ന് പകരപ്പെടുന്ന ബീജത്തിലൂടെ പകരപ്പെടുന്ന ഒന്നാണ്. കാരണം ആദാമിന്റെ സന്തതിയായിട്ട് ഞാൻ ജനിക്കുന്നില്ല എങ്കിൽ എന്നിൽ പാപം ഉണ്ടാവുകയില്ല. പക്ഷെ ഞാൻ ജനിച്ചത് ആദാമിന്റെ മകനായിട്ടാണ്, അല്ലെങ്കിൽ കൊച്ചുമകനായിട്ടാണ്. അപ്പൊ ആദാമിൽ നിന്ന് സിൻ വാസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ഫസ്റ്റ് മാൻ ടു ദ നെക്സ്റ്റ് മാൻ ആൻഡ് ഇൻ എ ചെയിൻ ടു എവരി മാൻ. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് റോമർ 5 പറയുന്നത്, ഒരുവൻ പാപം ചെയ്യാൽ എല്ലാവരും പാപം ചെയ്യിക്കുന്നു. ഏകന്റെ അനുസരണ ഈ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ ഉരുവാക്കപ്പെട്ടത് ഒരു ഹ്യൂമൻ ഈ ബീജ സംക്രമണത്തിലൂടെയല്ല, പുരുഷബന്ധത്തിൽ കൂടിയല്ല. പിന്നെ മറിയയുടെ ശരീരത്തിലെ കോശത്തിൽ നിന്ന് യേശു ജഡം രൂപം കൊണ്ടാൽ ആ കോശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും എന്ന് പറയുന്ന ഘടകങ്ങൾ കൊണ്ടാണ്. പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും അതിൽ തന്നെ പാപമാണോ എന്ന് ചോദിച്ചാൽ പാപമല്ല. പിന്നെ എന്താണ് ഈ പാപം? പാപം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ സ്വഭാവത്തിനും പ്രവർത്തനത്തിനും വിരോധമായി നമ്മിൽ കൊടികൊള്ളുന്ന ഒരു പ്രത്യേക ഘടകമാണ്. അത് നമുക്ക് ട്രാൻസ്മിറ്റ് ലഭിക്കുന്ന ഒന്നാണ്. നമ്മളിലേക്ക് പകരപ്പെട്ട ഒരു സ്വഭാവമാണ്. കാരണം ജീവൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവായ ദൈവമാണല്ലോ യേശു ക്രിസ്തുവിനെ ജനിപ്പിക്കുന്നത്. അപ്പൊ പിതാവിന്റെ ജീവന്റെ പ്രത്യക്ഷയാണ് കർത്താവായ യേശു. ഈ ജീവനില്ലാത്ത ശരീരം, അതിലെങ്ങനെ നമുക്ക് പാപം ആരോപിക്കപ്പെടാൻ സാധിക്കുക?
പാപത്താൽ ഉളവായതുകൊണ്ട് അത് ജീർണതയ്ക്ക് കാരണമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ യേശുക്രിസ്തു പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീരുന്നതിനാണ് മനുഷ്യാവതാരം സ്വീകരിച്ചത്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ തനി മനുഷ്യനെ തന്നെ ജനിക്കണം. അപ്പൊ മനുഷ്യനുള്ള എല്ലാ വിചാരങ്ങളും യേശുക്രിസ്തു ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിന്റെ വിചാരങ്ങൾ യേശുക്രിസ്തു ഇല്ലായിരുന്നു. കാരണം അറിയാമോ? ഹിസ് ഒറിജിൻ വാസ് ഫ്രം ഡിവൈൻ. ദൈവികമായിരുന്നു അവന്റെ സമാരംഭം. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് അല്പം കൂടെ ഒരു വ്യക്തത ലഭിക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളോട് പറഞ്ഞു, അങ്ങനെയല്ല ബ്രദറെ, മറിയയിൽ നിന്ന് യേശു ജഡം സ്വീകരിച്ചാൽ ഉടനെ യേശു പാപിയായി തീരും. മറിയയിൽ നിന്ന് ഒരു സൈഗോട്ടായി യേശു ജനിക്കുന്നെങ്കിൽ, അതും പുരുഷ ബീജസങ്കലനം കൂടാതെ, സ്ത്രീ പുരുഷ ബീജസങ്കലനം കൂടാതെ ഒരു സൈഗോട്ടായി യേശു ജനിക്കുന്നെങ്കിൽ, ആ സൈഗോട്ടിനെ പാപരഹിതമായി ഈ മറിയയിൽ ഉളവാക്കുവാൻ പരിശുദ്ധനായ ദൈവത്തിന് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കണം എന്നേക്കാൾ ബുദ്ധിമാന്മാരായ, എന്നേക്കാൾ തിയോളജൻസ് ആയിരുന്ന, എന്നേക്കാൾ ക്രിസ്റ്റോളജിക്കൽ സ്റ്റഡീസ് ചെയ്തിട്ടുള്ള സഭാപിതാക്കന്മാര് അവര് നിക്യ സുനോദോസിൽ പിന്നെ മറിയയിൽ നിന്ന്, വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് മാംസം ധരിക്കുകയും ചെയ്തത് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് നിക്യ വിശ്വാസ പ്രമാണത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പിതാവിന് വേണ്ടി ദൈവം നിത്യതയിൽ ഒരുക്കിയിരുന്ന ഒരു ശരീരം, ആ ശരീരം പൊടുന്നനവെ കൊണ്ടുവന്ന് ഈ മറിയയുടെ യൂട്രസിലേക്ക് ഫ്യൂസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ കൺക്ലൂഷൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ക്രിസ്തു എങ്ങനെയാണ് ജഡം ധരിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല. ആകെ പറയുന്ന ഇത്രയേ ഉള്ളൂ: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിലമേൽ വരും, അവന്റെ ശക്തി നിലമേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കും, അത് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന നിലയിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഹവർ ഇവിടെ ഈ മറിയയിൽ ജന്മം കൊണ്ട ഈ ശിശു, ഹി വാസ് ഫ്രീ ഫ്രം സിൻ, പാപം ഇല്ലാത്ത അവസ്ഥയിലാണ് ജനിച്ചത്. അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, പാപം അവന് അറിയത്തുമില്ല. പാപത്തിൻ്റെതായ യാതൊരുവിധമായ പ്രചോദനങ്ങളും പാപത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധമാകുന്ന പ്രേരണകളും യേശു ക്രിസ്തുവിൽ ഉണ്ടാകുമായിരുന്നില്ല. കാര്യം അവൻ പാപിയല്ലല്ലോ. അതുകൊണ്ടാണ് അതിന്റെ കാരണം. ഇനി യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ നിന്ന് ഒരുക്കി വെച്ചിരുന്ന ശരീരം കൊണ്ടെന്ന് പെട്ടെന്ന് മറിയയുടെ മുമ്പിൽ പ്ലേസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ക്രിസ്തുവിന്റെ പാപരാഹിത്യം തെളിയിക്കാൻ ഒരു പക്ഷെങ്കിൽ സ്വർഗത്തിൽ നിർമ്മിക്കപ്പെട്ടതാകിയാൽ അതിൽ പാപമില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ശരീരം സൃഷ്ടിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് മറിയയുടെ ഗർഭാതിലാണ് വയ്ക്കുന്നതെങ്കിൽ, ഈ ഗർഭാതിൽ പ്രവേശിച്ച ശേഷം പാപം അതിൽ പ്രവേശിച്ചുകൂടാ എന്നുണ്ടോ? പക്ഷെ അതല്ല ഇവിടുത്തെ സംജ്ഞ. അതായത് യേശുവിന്റെ ജീവൻ പിതാവിന്റെ ജീവനാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യത്തിൽ പറയുന്നത്. അപ്പൊ ജീവന്റെ ഉറവിടം സ്വർഗവും പിതാവുമാകിയാൽ അവനിലേക്ക് യാതൊരു പാപവും സന്നിവേശിക്കപ്പെടാൻ സാധിക്കത്തുമില്ല. അവൻ സ്വീകരിച്ചത് ഒരു ഭൗമശരീരമാണ്. ഈ ഭൗമശരീരം മരിക്കാൻ പര്യാപ്തമായത് ഒന്നായിരിക്കണം. മരിക്കാൻ പര്യാപ്തമായ ഒന്നാണെങ്കിൽ അത് ആദാമ്യ ശരീരത്തിൽ ജനിക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ മാംസവും രക്തവുമുള്ള, രക്തചംക്രമണമുള്ള, പ്രാണവായു ശ്വസിക്കുന്ന, അതായത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന, വിശപ്പും ദാഹവുമുള്ള ഒരു ശരീരമായിരിക്കണം. അതുകൊണ്ടാണ് അവന് മരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പ്രകൃതം കർത്താവ് സ്വീകരിച്ചു. പക്ഷെ ആ പ്രകൃതത്തിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുശക്തമായിരിക്കുന്ന വിഷയം. അപ്പൊ അവനിൽ പാപമുണ്ടായിരുന്നു. ജന്മനാ തന്നെ ഹി വാസ് ഫ്രീ ഫ്രം ഓൾ സിൻ. എല്ലാ പാപത്തിൽ നിന്നും അവൻ വിമുക്തനായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മറിയയിൽ നിന്ന് ജഡം ധരിച്ചാൽ, അതായത് പുരുഷബന്ധം കൂടാതെ മറിയയുടെ ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ജഡം പാപരഹിതമായ നിലയിൽ ഉളവാക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിന്റെയും സാറായിയുടെയും നിർജീവമായ ശരീരത്തിൽ നിന്ന് പ്രത്യുൽപാദനത്തിനൊരു ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, മറിയയുടെ ശരീരത്തിൽ ഉളവാകുന്ന യേശുക്രിസ്തു, ഉദരത്തിൽ ഉളവാകുന്ന യേശുക്രിസ്തു പാപമില്ലാത്ത ശിശുവായി ജനിക്കാൻ സർവശക്തനായ ദൈവത്തെ കൊണ്ട് സാധിക്കും. ഇത്രമാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. തിയറികൾ ഒരുപാടുണ്ടാവും.
ധാരാളം തിയറികൾ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. സിദ്ധാന്തങ്ങളെല്ലാം ഒരുപോലെ ശരിയായിരിക്കണം എന്നില്ല. ക്രിസ്റ്റോളജിക്കൽ ഡോക്ട്രിൻസ് എന്നും പറഞ്ഞുകൊണ്ടും ക്രിസ്റ്റോളജിക്കൽ ഹെറിസീസ് എന്ന് പറഞ്ഞുകൊണ്ടും നൂറ്റാണ്ടുകളായി ധാരാളം ആശയങ്ങൾ, സംവാദങ്ങളൊക്കെ ഈ വക വിഷയങ്ങൾ ചരിത്ര ലോകത്തുണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ മറിയയിൽ നിന്ന് മനുഷ്യനായി ജനിക്കിയാൽ മരണത്തിന് അവന് അർഹനായി തീർന്നു. അതായത് മരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി അവൻ കൈക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ അത്ഭുതമാണ്. കാരണം അത് എങ്ങനെയാണെന്ന് നമ്മുടെ ശാസ്ത്രത്തിനും യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് തികച്ചും ദൈവം ഒരു അത്ഭുതമായി ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.